അറിവ് വേണം. അറിവില്ലാത്തവനെ പിടിച്ച് ഇമാമാക്കിയാൽ അത് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ജുഹാലിനെ ഇമാമാക്ക് റയീസാക്കുക എന്ന് പറഞ്ഞിട്ട് ഖിയാമത്തിന്റെ അലാമത്തിൽ എണ്ണി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കള്ളുകൂടി അധികരിക്കും, വ്യഭിചാരം അധികരിക്കും, അതുപോലെ ജാഹിലിങ്ങൾ കാളിയാവും എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലുള്ളതാ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൽമു വേണം എന്ന് പറയും ഇസ്ലാമിന്റെ നിയമമാണ്. അതിന് മറ്റൊരു നേതൃത്വം ഉണ്ടാകുന്ന കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മേഖല വളരെ പരിശുദ്ധമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഉമറാക്കളും ഒരുമിച്ച് കൂടിക്കൊണ്ട് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഉമറാക്കളുടെ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഉലമാക്കളെ പിന്താങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലാണ്. ഉലമാക്കളെ ഭരിക്കലല്ല. അങ്ങനെ ചില സംഘടന ഒക്കെ അങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടൊക്കെ ചിലരൊക്കെ കൂടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും. ഉലമാക്കൾ കാര്യങ്ങൾ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ നടപ്പാക്കാൻ വേണ്ട എല്ലാ കരുത്തും ശക്തിയും നൽകുകയാണ് ഉമറാക്കളുടെ ദൗത്യം. ആ നിലയ്ക്ക് ഉലമാവും സഹകരിച്ചു കൊണ്ട് പോകണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഉലമാക്കളെ പഠിപ്പിക്കാനല്ല ഉമറാക്കൾക്ക് നിർദ്ദേശം കൊടുക്കാനും കാര്യങ്ങൾ അജണ്ട തയ്യാറാക്കാനും ഉലമാക്കളുണ്ട്. അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുവ്വത്തും ശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കണം, അത് നടപ്പാക്കി. അതാണ് മഹല്ല് ജമാഅത്തിന്റെ കടമ. മഹല്ല് ജമാഅത്ത് ഉലമാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടുപോകണം. അപ്പോഴാണ് ദീനാവുക. ആ നിലയ്ക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇന്നത്തെ ഈ ദൗത്യം ഇവിടെ വെച്ച് കടബയിൽ വെച്ചാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അടുത്ത മഹല്ലുകളിലെ കൂട്ടായ്മ വേറൊരു സ്ഥലത്ത് വെച്ചും ഇപ്പം ഇതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്താക്കണം, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വേറെ ഒരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു വിഷയമൊന്നുമല്ല. നമുക്ക് നിർബന്ധം ഒരു കാളി നിർബന്ധമാണ്. ഒരു കാളി മസാവത്തിൽ അഥവാ എന്ന് പറഞ്ഞാൽ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന ദൂരത്ത് ഓരോ കാളി ഉണ്ടാവൽ നിർബന്ധമാണെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാടിൻ്റെ എല്ലാമായ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കൊരു നേതൃത്വം വേണം, ഒരു ഇമാമ് വേണം. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇമാമ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയേ സാധിക്കുള്ളൂ. ഭാഗികമായിട്ട് കൂടാവുന്നവരൊക്കെ കൂട്ടിക്കൊണ്ടുള്ള ഒരു നേതൃത്വം. ആ നിലക്ക് നമ്മളാൽ കഴിയുന്ന സേവനം നമ്മൾ അർപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറയാൻ നമുക്ക് കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇന്ന് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള തങ്ങളവറുകളുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മളൊക്കെ ആദരിക്കുന്ന സാദാത്തുക്കൾ ഒരുപാട് ആൾക്കാരുണ്ട്. സയ്യിദ് അലി തങ്ങൾ, കുമ്പോൽ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ അടുത്ത് പരിചയമുള്ളവരാണ് നിങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അതുപോലെ വേറെയും സാദാത്തുക്കളുണ്ട്. ഉലമാക്കളെ കൊണ്ട് നിറഞ്ഞ സദസ്സാണ് ഈ സദസ്സ്. അങ്ങനെ ഒരു അനുഗ്രഹീത സദസ്സ് നമ്മൾ ഒരുമിച്ച് കൂട്ടിയത് നമ്മുടെ നാട്ടിനൊരു നേതൃത്വം, ഒരു ഇമാമ് വേണം എന്ന നിലക്കാണ്. അത് ഇൻഷാ അള്ളാഹ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂടിക്കൊണ്ട് തന്നെ എല്ലാ മേഖലയിലും അതിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സയ്യിദുൽ ഉലമയുടെ കയ്യിൽ വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അത് ദീനാണ്. നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ദീനാണ്. ദീനിന് മറ്റൊരു ലക്ഷ്യവുമില്ല. ദീൻ വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ വലൽ ആഖിറത്തു ഖൈറുൽ ലക്കും മിനൽ ഉല. നമ്മുടെ പരമലക്ഷ്യം ആഖിറമാണ്. ആഖിറത്തിലെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ദുന്യവിയായ ഒരു പ്രതിഫലം നമ്മൾ അതിന് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നടപ്പാക്കാൻ വേണ്ടി അവൻ തന്നെ സംവിധാനിച്ച സംവിധാനമാണ് അമ്പിയാക്കൾ എന്ന് പറയുന്ന പരിശുദ്ധാത്മാക്കൾ. അള്ളാഹു കടഞ്ഞെടുത്ത ആളുകളാണ്, മുസ്തഫീങ്ങളാണ്. ആ അമ്പിയാക്കന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തുകൊണ്ട് ദീൻ നടപ്പാക്കാൻ വേണ്ടി നിയോഗിച്ചു. അമ്പിയാക്കന്മാർ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ഇവിടെ കടന്നുപോയി. ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പരമ്പര അവസാനിച്ചു. അതിനുശേഷവും ദീൻ നിൽക്കാൻ ഇവിടെ അമ്പിയാക്കൾ വരുന്നില്ല. ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം പ്രവാചകനില്ലെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അമ്പിയാക്കന്മാരില്ലെങ്കിലും 1500ഓളം വർഷങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. ഇനിയും ഖിയാമത്ത് നാൾ വരെ നൂറ്റാണ്ടുകൾ കഴിയണം. അവിടെയൊന്നും പ്രവാചകരില്ല.
അള്ളാഹുവിൻ്റെ സംവിധാനം നേരിട്ട് സംവിധാനിച്ചാൽ സംവിധാനം അവസാനിച്ചു. എന്നാൽ ഈ സംവിധാനത്തിൻ്റെ തുടർച്ച ഇവിടെ വേണമല്ലോ, ദീൻ നിലനിൽക്കണമല്ലോ. വഇന്നാ ലഹു ലഹാഫിളൂൻ അല്ലേ അള്ളാഹു തആല പറഞ്ഞു. അതിന് അള്ളാഹു തആല സംരക്ഷിക്കും. അതിനെന്താ മാർഗം? അതിന് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കളാണ് അനന്തരമെടുത്തിരിക്കുന്നത് അമ്പിയാക്കന്മാരുടെ ദൗത്യം. ദീൻ നടത്തുന്ന ദൗത്യമാണ് അവരുടെ ദീൻ ദൗത്യം. വഇന്നമാ വറസുൽ ഇൽമ, ഇൽമാണ് അവർ അനന്തരം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇൽമ അനന്തരം കൊടുത്ത ഉലമാക്കന്മാർ അമ്പിയാക്കന്മാരെ കൊണ്ട് അള്ളാഹു എന്താണോ ചെയ്യിച്ചത് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്ക് കൊടുത്തിരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും ഖിയാമം വരെ അങ്ങനെ തന്നെയാണ്, അമ്പിയാക്കന്മാരുടെ സ്ഥാനമാണ്. ഫബി ഉദാഹു മുക്തദി, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ തുടരേണ്ടത് അവരോടാണ്. ആരോട്? ഉതിൽക ഹുജ്ജത്തുന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നീണ്ട ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട് കുറേ അമ്പിയാക്കന്മാരുടെ പേര്. ആ അമ്പിയാക്കന്മാരുടെ പേര് പറഞ്ഞതിന് ശേഷം അവരോട് നിങ്ങൾ തുടരണം, അവർ കാണിച്ചു തന്ന മാർഗത്തിൽ നിങ്ങൾ നടക്കണം എന്നാണ് ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നത്. ഫബിദാഹു മുക്തദി എന്ന് പറഞ്ഞ അതാണ്. അങ്ങനെ അമ്പിയാക്കന്മാർ കാണിച്ചു തന്ന മാർഗം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിലനിർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഉലമാക്കളാണ്. ആ ഉലമാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനം, അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള എന്ന് പേരാണെങ്കിലും ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്ത് ലോകത്തൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന. ആ സംഘടന പോലെ ഇത്രയും വിപുലമായ തോതിൽ ആസൂത്രിതമായി അതേ പ്രകാരം എല്ലാം ക്രമീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന മറ്റൊരു സംവിധാനം ഇന്ന് ലോകത്തില്ല, എവിടെയുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം, അതിൻ്റെ പിന്നിൽ അണിനിരക്കണം. അവിടെയാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അതിനോട് തുടരണമെന്ന്. അതുകൊണ്ട് അതിനോട് തുടർന്നവരാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ഈ പണ്ഡിതന്മാർ, ഈ സമുദായത്തെ നയിക്കുന്ന അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ പിൻപറ്റുന്നതാണ് ദീൻ. അവരെ പിൻപറ്റാതെ അതിനെ മറക്കടമുഷ്ടി കാണിക്കുന്നത് ദീനിന് വിരോധമാണ്. അത് അമ്പിയാക്കന്മാരുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഓരോ അമ്പിയാവിൻ്റെ കാലത്തും അതിനെ പ്രതിരോധിക്കുന്നവരുണ്ടായിട്ടുണ്ട്, അതിനെതിരെ പ്രവർത്തിച്ചവരുണ്ടായിട്ടുണ്ട്, ധിക്കരിച്ചവരുണ്ടായിട്ടുണ്ട്. അതെക്കാലത്തും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ദീൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത് ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, നന്ദിയുള്ളവനായിക്കൊണ്ട് ഈ മാർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാം, തുടരാം. അല്ല, നന്ദി ഇല്ലാത്തവരായിക്കൊണ്ട് നന്ദി കേട് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ നിലക്കും വിവിധ നിലങ്ങളിലായിരിക്കും ഉണ്ടാവുക, വിവിധ ദൂരത്തിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകും, പുറത്തുള്ളവരുണ്ടാവും, ഒക്കെ ഉണ്ടാകാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകും, അതുപോലെ മറ്റു താല്പര്യങ്ങൾക്ക്, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാകും. ആ പ്രവർത്തിക്കുന്നവരൊക്കെ അവരുടെ താല്പര്യം അനുസരിച്ച് പോകും. എന്നാൽ നമ്മുടെ താല്പര്യം ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഈ പേര് വെച്ചുകൊണ്ട് കളിക്കുന്നവരൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ടല്ലോ. നമ്മളോട് തുടരാൻ പറഞ്ഞത് ഉലമാക്കളെയാണ്. ഉലമാക്കളെയാണ് നമ്മളോട് തുടരാൻ അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉലമാക്കളെ തുടരുക എന്ന ആ മാർഗം സ്വീകരിച്ചാൽ മതി. അല്ലാത്ത രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്നവരെ തുടരാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ പേച്ചു പോകുന്നത്. ദീനും ദുനിയാവും തമ്മിൽ മത്സരിക്കുമ്പോൾ ദീനിന്, അതായത് ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ക വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ആഖിറമാണ് ദുനിയാവിനേക്കാൾ നല്ലത് എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ നിൽക്കേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം വേണം. ആ നേതൃത്വം സമസ്തയാണ്. സമസ്തയുടെ അധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തങ്ങൾ അവറുകൾ. അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഏറ്റവും പരിശുദ്ധമായ ഒരു നേതൃത്വമാണ്. ഒരു കളങ്കവും അതിനില്ല, ഒരു ദുനിയവിയായ ഒരു ഉദ്ദേശ ലക്ഷ്യവും അതിനില്ല എന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പാഠവത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലിയും അദ്ദേഹമാകണം. കാലി എന്ന് പറഞ്ഞാൽ ഇമാമാണ്, നമുക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണ് കാലി. കാലിയോട് നമുക്കൊരുപാട് കടപ്പാടുകളുണ്ട്. കാലിയോട് നമ്മൾ കടപ്പാടെന്ന് പറഞ്ഞാൽ കാലിയെ ബയ്യത്ത് ചെയ്യണം. കാലിയെ ബയ്യത്ത് ചെയ്തുകൊണ്ട് കാലി പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു നേതാവ് അങ്ങനെയാണല്ലോ, നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കൊള്ളണം. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് പ്രസ്താവിക്കുന്നു അല്ലെങ്കിൽ സമസ്ത എന്ത് പറയുന്നോ ആ കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാലിയാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നിങ്ങൾക്കത് ബാധ്യതയാണ്. ആ നിലയ്ക്ക് നമ്മൾ എന്താക്കണം, ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനം,
തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒലാ തഫറഖൂ, നിങ്ങൾ പിരിഞ്ഞു പോവാതെ വഅതസിമൂ ബിഹബിലില്ലാഹി ജമിയ, ഒറ്റക്കെട്ടായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അവിടെയാണ് വിജയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ ആദ്യമായി ചെയ്തത് അതാണ്. ഔസ് ഖദ്റജ് എന്ന് പറഞ്ഞ രണ്ട് ഗോത്രക്കാർ തമ്മിൽ വളരെ കാലങ്ങളായി സംഘട്ടനത്തിലായിരുന്നു, വിരോധത്തിലായിരുന്നു. അവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിപ്പിച്ചതിന് ശേഷമാണ് ഇസ്ലാമിക പ്രബോധന വേദിയിലേക്ക് ഇറങ്ങിയത്. എന്നതുപോലെ നമ്മുടെ ഇടയിലുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിക്കൊണ്ട് ഒരു നേതൃത്വം മതി നമുക്ക്, പല നേതൃത്വം നമുക്ക് വേണ്ട, ഒറ്റ നേതൃത്വം. ആ നേതൃത്വത്തിലേക്ക് നമ്മളൊക്കെ തിരിച്ചു വരണം, അതിലേക്ക് പോകണം. അവിടെയാണ് രക്ഷ. ഭിന്നിച്ചാല് നിങ്ങളുടെ വാസന തന്നെ എടുത്തു പോകുന്ന ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചൂരും മണവും ഉണ്ടാവില്ല എന്ന് ഖുർആൻ പറയുന്ന അതാണ്. വൈദ്യുഹബരീഹുക്കും, നിങ്ങളുടെ വാസന തന്നെ ഭൂമിയിൽ നിന്ന് എടുത്തു പോകും. അതുകൊണ്ട് സൂക്ഷിച്ചോളണം, ശ്രദ്ധിച്ചോളണം. ദീനിനോട് കളിക്കാൻ വരണ്ട, ദീനിനോട് ആരും കളിക്കണ്ട. രാഷ്ട്രീയക്കാർ പണിയെടുക്കുക. ഞങ്ങൾ ദീനിന്റെ ആൾക്കാർ ദീനിന്റെ പണിയെടുക്കും, ഞങ്ങൾക്കതിൽ മറ്റൊരു ലക്ഷ്യവും ഇല്ല. ദീനിന് ഇഖ്ലാസോടുകൂടി പണിയെടുത്താലേ വിജയം ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ എന്താക്കുന്നുണ്ട്, അത് വിജയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലിയാരോഹണം അതിൻ്റെ ഇടയിൽ തന്നെയും പലതും നടക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല തട്ടിത്തെറിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ദീൻ തൻസുറുല്ലാഹ യൻസുറുക്കുന്നാണ്. അള്ളാഹുവിൻ്റെ ദീനിന്റെ ഭാഗത്ത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മളെ സഹായിക്കുന്നു. അള്ളാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചാൽ യൻസുറുക്കും, അള്ളാഹു തആല നിങ്ങളെ സഹായിക്കും. അതിന് നമ്മൾ ആരെയും പേടിക്കേണ്ടതില്ല, ആരെയും ഒത്താശ നമുക്ക് അതിന് ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായിരിക്കുന്ന അള്ളാഹുവിനെയും റസൂലിനെയും അതുപോലെ നമ്മുടെ നേതാക്കളെയും അനുസരിച്ചുകൊണ്ടുള്ള ഒരു ചട്ടക്കൂട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. സമസ്തയുടെ ചട്ടക്കൂട്, നമ്മുടെ മദ്രസ, പള്ളി, യത്തീംഖാന, അറബി കോളേജ് തുടങ്ങിയതൊക്കെ അതൊക്കെ എവിടെയൊക്കെ ഇല്ലാത്തടത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തകരായിക്കൊണ്ട് നമ്മുടെ ഈ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ട, നമ്മളെ കുട്ടികളെ ഈ ചട്ടക്കൂടിൽ വളർത്താൻ വേണ്ട എല്ലാ പ്രസ്ഥാനങ്ങളോടും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരേ നേതൃത്വത്തിൻ്റെ കീഴിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഒരുപാട് ആലിമീങ്ങളും അല്ലാത്തവരൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അതൊക്കെ സംസാരം കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന ചടങ്ങ് ഖാദി ബയ്യത്താണ്. ഖാദി ബയ്യത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാണ്. സുൽത്താനാണ് അത് വെക്കേണ്ടത്. നാട് ഇസ്ലാമിക നാടാണെങ്കിൽ അത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജഡ്ജ്മെൻ്റാണ്. ഒരു രാജ്യം ഭരിക്കുന്ന കലക്ടർ അല്ലെങ്കിൽ ജഡ്ജി എന്നൊക്കെ പറയുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അത് ഇപ്പം നമ്മുടെ മതേതര രാജ്യത്ത് അങ്ങനൊന്നും ഇല്ലെങ്കിലും മുസ്ലിം ഉമ്മത്തിന് അങ്ങനൊന്നും സാധ്യമാണല്ലോ. മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിക ശരീഅത്ത് കാര്യങ്ങളിലൊക്കെ പലതും വിധി പറയാനുണ്ടാകും. ആ വിധികളൊക്കെ കേൾക്കാനും പറയാനും നമുക്ക് ആൾ വേണ്ടേ? നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആൾ വേണ്ടേ? നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ ആൾ വേണ്ടേ? ആ ആളാണ് നമ്മുടെ ഖാദി. അതുകൊണ്ട് മഹാനവറുകളെ ഖാദിയായി നമ്മൾ ബയ്യത്ത് ചെയ്യുന്നു. എന്തിനു വേണ്ടി? നമുക്കൊരു നേതൃത്വവും നമുക്കൊരു അടിസ്ഥാനവും ഒരു ആസ്ഥാനവും ഉണ്ടാവണമെന്ന നിലക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാ മഹല്ലുകാരുടെയും കടമയാണ്. അതുകൊണ്ട് ഇവിടെ ഈ മേഖലയിൽ കൂടിയിരിക്കുന്ന നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ മഹല്ലത്തിലെയും ആളുകളുടെ താല്പര്യപ്രകാരവും അവരുടെ തീരുമാനപ്രകാരവുമാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത്, ഇന്ന് ഖാദിയാക്കാൻ വേണ്ടി ഇവിടെ സദസ്സ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അതതിൻ്റെ ശരീഅത്ത് നിയമപ്രകാരം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഖാദിയാക്കി കഴിഞ്ഞാൽ മഹാനവറുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും മസലകൾ വേണമെങ്കിൽ അതിന് പറ്റിയ ആളാണ് ഖാദി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആരെങ്കിലും പിടിച്ച് ഖാദിയാക്കാൻ പറ്റൂല. ഖാദിയാക്കേണ്ട ആൾക്കാർക്ക് വേണ്ടത് ഒന്ന് ഇൽമാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇൽമ് പോരാ, മുജ്തഹിദാവണം എന്നാണ് നമ്മുടെ ശറഈന്റെ കിതാബുകളൊക്കെ എഴുതിയിരിക്കുന്നത്, ഫിഖഹിന്റെ കിതാബുകളൊക്കെ എഴുതിയിരിക്കുന്നു. മുജ്തഹിദാവണം. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ ആളൊന്നും പറ്റൂല. അതിന് സയ്യിദുൽ ഉലമയെ പോലെയുള്ള ഇജ്തിഹാദ് ചെയ്യാൻ പറ്റിയ ആൾ തന്നെ ആയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അതിന് പറ്റിയ ആളാണ് പല കോളേജുകളും നയിക്കുന്ന, പല കോളേജുകളിലും ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, കിതാബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള സയ്യിദ് അവറുകൾ നമുക്കതിന് പ്രത്യേകം യോഗ്യനാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനാണ്. അങ്ങനെയുള്ള ആളുകളെ ആക്കേണ്ടത്. ഞാനൊരു സ്ഥലത്ത് ഈ വിഷയം പറഞ്ഞപ്പോൾ അതൊരു ആരോപണമായിട്ട് എൻ്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ മതി. അത് ഏതായിരുന്നാലും ഞാൻ ആരെയും ഉദ്ദേശിച്ചുകൊണ്ട് വടക്കാക്കാനല്ല പറയുന്നത്. നമ്മുടെ ഇമാമിയങ്ങളൊക്കെ എഴുതി വെച്ച ഇസ്ലാമിൻ്റെ നിയമമാണ് ഞാൻ പറയുന്നത്. അറിവ് വേണം. അറിവില്ലാത്തവനെ പിടിച്ച് ഇമാമാക്കിയാൽ അത് ഖിയാമത്തിന്റെ അലാമത്തായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്. ജുഹാലിനെ ഇമാമാക്ക് റയീസാക്കുക എന്ന് പറഞ്ഞിട്ട് ഖിയാമത്തിന്റെ അലാമത്തിൽ എണ്ണി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കള്ളുകൂടി അധികരിക്കും, വ്യഭിചാരം അധികരിക്കും, അതുപോലെ ജാഹിലിയങ്ങൾ ഖാദിയാവും എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലുള്ളതാ.
അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൽമു വേണം എന്ന് പറയും ഇസ്ലാമിന്റെ നിയമമാണ്. അതിന് മറ്റൊരു നേതൃത്വം ഉണ്ടാകുന്ന കാര്യമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ മേഖല വളരെ പരിശുദ്ധമാണ്. ഇവിടൊക്കെ കൂടിയിരിക്കുന്ന എല്ലാ ഉമറാക്കളും ഒരുമിച്ച് കൂടിക്കൊണ്ട് എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഉമറാക്കളുടെ ബാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഉലമാക്കളെ പിന്താങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കലാണ്. ഉലമാക്കളെ ഭരിക്കലല്ല. അങ്ങനെ ചില സംഘടന ഒക്കെ അങ്ങനെ ദുരുപയോഗം ചെയ്തുകൊണ്ടൊക്കെ ചിലരൊക്കെ കൂടെ പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കും. ഉലമാക്കൾ കാര്യങ്ങൾ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ നടപ്പാക്കാൻ വേണ്ട എല്ലാ കരുത്തും ശക്തിയും നൽകുകയാണ് ഉമറാക്കളുടെ ദൗത്യം. ആ നിലയ്ക്ക് ഉലമാവും സഹകരിച്ചു കൊണ്ട് പോകണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഉലമാക്കളെ പഠിപ്പിക്കാനല്ല ഉമറാക്കൾക്ക് നിർദ്ദേശം കൊടുക്കാനും കാര്യങ്ങൾ അജണ്ട തയ്യാറാക്കാനും ഉലമാക്കളുണ്ട്. അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കുവ്വത്തും ശക്തിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താക്കണം, അത് നടപ്പാക്കി. അതാണ് മഹല്ല് ജമാഅത്തിന്റെ കടമ. മഹല്ല് ജമാഅത്ത് ഉലമാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് പോകണം. അപ്പോഴാണ് ദീനാവുക. ആ നിലയ്ക്ക് എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇന്നത്തെ ഈ ദൗത്യം ഇവിടെ വെച്ച് കടബയിൽ വെച്ചാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അടുത്ത മഹല്ലുകളിലെ കൂട്ടായ്മ വേറൊരു സ്ഥലത്ത് വെച്ചും ഇപ്പം ഇതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. കർണാടകയിലും അതുപോലെ തന്നെ കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്താക്കണം, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വേറെ ഒരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു വാസ്വിഷമൊന്നുമല്ല. നമുക്ക് നിർബന്ധം, ഒരു കാലി നിർബന്ധമാണ്. ഒരു കാലി മസാവത്തിൽ അഥവാ എന്ന് പറഞ്ഞാൽ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരാൻ പറ്റുന്ന ദൂരത്ത് ഓരോ കാലി ഉണ്ടാവൽ നിർബന്ധമാണെന്നാണ് നമ്മുടെ നിർബന്ധ കടമയാണ്. കാരണം നമുക്കൊരു മസല വന്നാൽ, ഒരു വലിയില്ലാത്ത പെൺകുട്ടിനെ കെട്ടിക്കേണ്ടി വന്നാൽ ആരാ കെട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. അതിപ്പം ഹുക്കൂമത്ത്, ഇവിടുത്തെ സർക്കാർ ആരായിരുന്നാലും ശരി, നമ്മുടെ ഈ ഇസ്ലാമിന്റെ ഈ ദായിറയിൽ വട്ടത്തിൽ വരുന്ന ആ മേഖലയിൽ നമുക്ക് നിർബന്ധമായി വരുന്ന ഒരുപാട് കാര്യങ്ങൾ, ആവശ്യമായി വരുന്ന കാലി കലാ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പാഠമാക്കിക്കൊണ്ട് എല്ലാവരും, ഇത് കേൾക്കുന്നവരും ഇത് കാണുന്നവരൊക്കെ എന്താക്കണം, ഇതുപോലെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കാലി വേണം, ഒരു ഇമാമ് വേണം. അതിനു വേണ്ടി പ്രയത്നിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സയ്യിദ് അവറുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് നമുക്കൊക്കെ സമാധാനത്തിന് തണലും നൽകിക്കൊണ്ട് അദ്ദേഹത്തിനും പ്രവർത്തിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങളൊക്കെ ഇതിനു വേണ്ടി സഹകരിച്ചതും ഇതിനൊക്കെ ത്യാഗം സഹിച്ചതൊക്കെ അല്ലാഹു തആല സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന്റെ സൽക്കർമ്മം എന്ന നിലയ്ക്ക് അത് അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലായി തീരുമാറാവട്ടെ എന്ന്